ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ ഒരു വ്ളോഗ് ഈദിൻ്റെ തലേ ദിവസത്തെ കുറച്ച് ഒരുക്കങ്ങളും പർച്ചേസിങ്ങും ഒക്കെയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അയിനുവിൻ്റെ ഒരു വള ഉണ്ട് നന്നാക്കിക്കാൻ. ഇത് പൊട്ടിപ്പോയി, അപ്പോൾ ആദ്യം ഇതൊന്ന് നന്നാക്കിക്കണം. പിന്നെ റിച്ചൂസിൻ്റെ പാദസരം അതിനിട്ട് അതൊന്ന് ടൈറ്റ് ചെയ്യിക്കണം. അപ്പോൾ ആദ്യത്തെ പരിപാടി അതൊക്കെയാണ്. ഇനിയാണ് മെയിൻ പരിപാടി. കാര്യമായിട്ടിന്ന് വന്നത് ഹെയർ കട്ടിങ്ങിനാണ്. അപ്പം മുടി മുറിക്കാൻ വേണ്ടി പോവുകയാണ്. വൈകുന്നേരം ആയിക്കിന്ന് വരുമ്പം തന്നെ വെയിൽ കാരണം പുറത്തിറങ്ങാൻ തന്നെ ഇപ്പം മടിയാണല്ലോ. എന്നാലും നാളെ എങ്ങാനും പെരുന്നാളാവുമോ എന്നുള്ള ഇതിൽ വന്നതാണ്. പിന്നെ ചൂസിന് നിർബന്ധം മുടി വെട്ടിക്കുകയും പിന്നെ ഓൾക്ക് കുറച്ച് ഫാൻസി ഐറ്റംസൊക്കെ വാങ്ങാനുണ്ട്. അതുകൊണ്ട് ഓൾ എന്നെ നിർബന്ധിച്ച് എന്നെ കൂട്ടിക്കൊണ്ടുവന്നാണ്. ഇപ്പം തോന്നുന്നു പോയത് നന്നായി, ഇന്ന് പെരുന്നാളാവുകയും ചെയ്തല്ലോ. അപ്പോൾ ഹെയർ കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് അധികം ഷോർട്ടാക്കിയിട്ടില്ല. എനിക്ക് റിച്ചൂസിന് നല്ല ഇഷ്ടപ്പെട്ട്. പിന്നെ മുടി വെട്ടി അന്ന് കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കുമല്ലോ കുളിക്കുന്നവരെ. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഫാൻസിയിലൊന്ന് കയറാനുണ്ട്. കുറച്ച് മാലയും കമ്മലും പിന്നെ മെയിനായിട്ടും മൈലാഞ്ചിയൊക്കെ ഒന്ന് വാങ്ങാനുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഫാൻസി കയറിയതാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ചെത്തിയിട്ടുണ്ട്. അതിനുവേണ്ടി വള ഫൈബർ മാറ്റി ഇട്ട് തന്നതായിരുന്നു. അപ്പോൾ കുറച്ച് ലൂസായിട്ടുണ്ട്. ഇനിയിപ്പോൾ നോമ്പ് തുറക്കാനുള്ള ടൈം ആവുകയാണ്. ഇന്ന് ലാസ്റ്റത്തെ നോമ്പ് കൂടിയാണ്. നല്ല ചൂടും ദാഹമൊക്കെ ആയിരുന്നെങ്കിലും നോമ്പ് പെട്ടെന്ന് അങ്ങ് തീർന്ന്. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം നല്ല രീതിയിൽ നോമ്പ് നോൽക്കാനുള്ള ആയുസ്സും ആരോഗ്യമൊക്കെ എല്ലാവർക്കും പഠിച്ചോൻ തരട്ടെ. നോമ്പ് തുറക്കുകയും തന്നെ മാസം കാണുകയും ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം പെട്ടെന്ന് തന്നെ മാസം കാണുകയും ചെയ്ത്. ഞാൻ വിചാരിച്ച പ്രാവശ്യം 30 നോമ്പ് ഉണ്ടാവുമെന്നാണ്. പക്ഷേ 29 ഉള്ളൂ. ഇനിയിപ്പോൾ മെയിൻ പരിപാടിയിലേക്ക് കിടക്കാം. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ മൈലാഞ്ചി ഇടാൻ തുടങ്ങാം. ആദ്യം റിച്ചൂസിനാണ് മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നത്. അതിനും അവിടെ മൈലാഞ്ചി ഇട്ട് ഓളതായതിൽ ഓൾ ഇടുന്നുണ്ട്. ഫോണൊക്കെ നോക്കിയാണ് ഇടുന്നെങ്കിലും അതുപോലെ ഒന്നും ആവില്ല. എന്നാലും നമ്മൾ വെറുതെ നോക്കുമല്ലോ. അതിൻ്റെ ഇടയ്ക്ക് നാളത്തേക്കുള്ള ചെറിയ ഒരുക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ചിക്കൻ കറിയൊക്കെയും പിന്നെ മാസം കണ്ടതിന് ശേഷം അരി വാരിയൊക്കെ ചെയ്ത്. റിച്ചൂസിൻ്റെ ഒരു കൈ ഫുള്ളായിട്ടുണ്ട്. ഇവർക്കൊന്നും ഒരു കൈ മാത്രം പോരാ, കൈയിൻ്റെ 2 ഭാഗത്തും വേണം. അങ്ങനെ 4 ഭാഗത്തും മൈലാഞ്ചി ഇടണം. പിന്നെ അതിനുവിന് പിന്നെ ഓൾ സമ്മതിക്കൂല. ഓൾ തന്നെ എന്തൊക്കെയോ കാട്ടുന്നുണ്ട്. ഒരു മൈലാഞ്ചി ട്യൂബ് ഓക്കനായിട്ട് കൊടുത്താണ്. പിന്നെ അവൾ അത് വെച്ച് കളിക്കുമല്ലോ. പെരുന്നാത്തലേന്ന് മൈലാഞ്ചി ഇടുന്ന വലിയൊരു കഥ തന്നെ. ഇതിന് ടൈമോ കാര്യങ്ങളോ ഇല്ല. രാത്രി വരെ നീളും. കൈകളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ കാണുന്ന അയിനുവിൻ്റെ കലാവിരുതാണ്. ആണോ നമുക്ക് എത്തിയതാണോ എൻ്റെ വച്ചിനെ? ആണോ നോച്ചോട്ടെ. ആണ് വെച്ചതാ? ഇപ്പം അതിനും റിച്ചൂസൊക്കെ ഉറങ്ങിയതിന് ശേഷമാണ് എൻ്റെ കൈമേൽ ഇടുന്നത്. ഓല് ഉറക്കിയിട്ട് എണീക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം അങ്ങോട്ട് ഉറങ്ങിപ്പോയി. പിന്നെ ഇപ്പോൾ പാതിരാത്രിക്ക് എണീറ്റാണ് ഈ മൈലാഞ്ചി ഇടുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. നെക്സ്റ്റ് വ്ളോഗായിട്ട് കാണാം. അതുവരെ ബായ്.